ഹലോ എവ്രി വൺ. ഇന്ന് ഞാൻ പോകുന്നത് അട്ടൽ ബ്രിഡ്ജ് കാണാനായിട്ടാണ്. ഞാനത് കണ്ടിട്ടില്ല ഇതുവരെ. അപ്പോൾ ആ കാണുന്നതാണ് അട്ടൽ ബ്രിഡ്ജ്. ഞാനിപ്പോൾ ഉള്ളത് എലിസ് ബ്രിഡ്ജിലാണ്. ഇതാണ് അത്. ഫ്ലവർ പാർക്ക് ഉണ്ട് അവിടെ. പിന്നെ അതേപോലെ തന്നെ റിവർ ഫ്രണ്ട് മൂൺ ട്രെയിൽ, അങ്ങനെ ഒരു 3 സാധനങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ റിവർ ഫ്രണ്ട്. പിന്നെ ഞാനിപ്പോൾ എത്തിയത് ഒരു 6 മണി 6:15 ആ ഒരു സമയത്താണ് ഞാൻ എത്തിയത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു ഭംഗി കാണില്ല, ലൈറ്റും അതൊന്ന് ഇരുട്ടായി കഴിയുമ്പോഴാണ് ആ ബ്രിഡ്ജിന് നല്ല ഭംഗി കാണാനായിട്ട്. അപ്പോൾ പിന്നെ ഞാൻ ഇച്ചിരി നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. ഇതുണ്ട്, ടിക്കറ്റ് ഉണ്ട് കേട്ടോ. 3ഉം കൂടെ ഒരുമിച്ച് കാണണമെങ്കിൽ 110 രൂപയാണ് ഈവനിങ് ടൈമിൻ്റെ. പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ അതവിടെ പല റേറ്റിനുണ്ട്. നമ്മൾക്ക് ഒരു സാധനം മാത്രം, ഇപ്പോൾ ബ്രിഡ്ജ് മാത്രം കാണണമെങ്കിൽ 50 രൂപ അങ്ങനെയൊക്കെയാണ്. അക്കോർഡിംഗ് ടു ടൈം അത് വ്യത്യാസമുണ്ട്. പിന്നെ ഇത് കാണണമെങ്കിൽ ഈവനിങ് തന്നെ വരണം കേട്ടോ, എന്നാലേ ആ ലൈറ്റൊക്കെ ഇട്ടിട്ട് ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. ഞാൻ പിന്നെ നേരത്തെ എത്തിയതുകൊണ്ട് ഞാൻ അതിലൂടെ നടന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അവിടെ ബ്രിഡ്ജിൽ നിന്ന് നമ്മൾ ആ സിറ്റീൻ്റെ വ്യൂ കാണുന്ന, കാറ്റും കൊണ്ട് കാണുന്ന നല്ലൊരു രസം കേട്ടോ. നല്ലൊരു സുഖമുണ്ടായിരുന്നു. പിന്നെ ഐസ്ക്രീമൊക്കെ കഴിച്ചു, ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു, കുറേ അങ്ങോട്ടൊക്കെ നടന്നു കണ്ടു. പിന്നെ നമ്മളിങ്ങനെ നടന്ന് ചെല്ലുമ്പോൾ നടുക്കിൽ ആയിട്ട് 1-2 ഷോപ്സൊക്കെ ഉണ്ട്, ഐസ്ക്രീംസും അങ്ങനത്തെ സാധനങ്ങൾ വിൽക്കുന്നത്. കണ്ടോ, ഇതിപ്പം രാത്രിയായി, അറൗണ്ട് എനിക്ക് തോന്നുന്നു ഒരു 7 മണി ഒക്കെ ആയി. അപ്പോഴത്തേക്ക് നല്ല ഭംഗിയായി കാണാനായിട്ട്. പല പല കളേഴ്സ് ഇങ്ങനെ അത് മാറി മാറി വരും. പിന്നെ നല്ല കാറ്റും ഉണ്ടായിരുന്നു, റിവർ ഫ്രണ്ട് ആയതുകൊണ്ട്. വൈകുന്നേരം ആകുന്തോറാണ് തിരക്ക് കൂടി വരുന്നത്. പിന്നെ ഒരു കാര്യം ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ, ആക്ച്വലി അവിടെ ഫ്ലവർ പാർക്ക് ഉണ്ടല്ലോ, അത് വേണമെന്ന് ആദ്യം കണ്ട് വന്നിട്ട് പിന്നെ ഈ ബ്രിഡ്ജ് കാണാമായിരുന്നു. ഞാൻ പിന്നെ ബ്രിഡ്ജിൽ തന്നെ നിന്നു. ആക്ച്വലി ആ കാറ്റ് കൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പം നമ്മുടെ തോട്ട്സിൽ ഇങ്ങനെ ലോസ്റ്റ് ആയി പോകും. നല്ല നല്ല രസമാണ് കേട്ടോ. ആക്ച്വലി എനിക്ക് അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ജസ്റ്റ് ഇങ്ങനെ നിൽക്കുന്നതൊക്കെ. പിന്നെ എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഫാമിലി ആയിട്ട് വരികയാണെങ്കിൽ അത്യാവശ്യം ഒരു 3-4 മണിക്കൂർ ഉള്ള പോലെ വരാം കേട്ടോ. അപ്പോഴേ എല്ലാം നടന്ന് കാണാനുള്ള ഒരു സമയം കിട്ടുള്ളൂ. അത്യാവശ്യം ടൈം വേണം. ഇതാണ് കേട്ടോ ഫ്ലവർ പാർക്ക്. ഫ്ലവർ പാർക്ക് അത്യാവശ്യം കുറേ ഇങ്ങനെ നടക്കാനുണ്ട്. ഞാൻ പിന്നെ ഓൾറെഡി ഈവനിങ് സന്ധ്യയായല്ലോ വന്നപ്പം. അത് കുറേ ഉണ്ട് ഉള്ളിലേക്ക് കാണാനായിട്ട്, നടക്കാനായിട്ടും ഉണ്ട് അത്യാവശ്യം. പിന്നെ അതിൻ്റെ സൈഡിൽ ചെറിയ പ്ലേ ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ കുട്ടികൾക്കായിട്ട്. പിന്നെ അത് കഴിഞ്ഞ് വരുന്നതാണ് ഈ റിവർ ഫ്രണ്ട് മൂൺ ട്രെയിൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് കംപ്ലീറ്റ് ലൈറ്റൊക്കെ വെച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. കുട്ടികൾ നല്ലോണം എൻജോയ് ചെയ്യും കേട്ടോ. ആക്ച്വലി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ മിന്നുവിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു ഇതൊക്കെ കണ്ടപ്പോൾ. ഐ ഹോപ്പ് നിങ്ങൾക്ക് എൻ്റെ ഈ അഹമ്മദാബാദ് ട്രിപ്പിൻ്റെ ഓരോ വീഡിയോസും എല്ലാം ഷോർട്സൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, എല്ലാവരുടെയും കൂടെ ഷെയർ ചെയ്യുക, ആൻഡ് എൻ്റെ ചാനൽ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.